ഹായ് ഗൈസ്, അങ്ങനെ എമ്പുരാൻ ഇറങ്ങി 11 ദിവസം തികയുന്നു. 11 ദിവസം ആയപ്പോഴത്തേക്കും ഇന്നലെ നമ്മുടെ പൃഥ്വിരാജ് ഒരു പോസ്റ്റർ പുറത്തു വിട്ടിരുന്നു. 250 കോടി, ഒരു മലയാള സിനിമ 250 കോടി അടിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. വേൾഡ് വൈഡ് ആയിട്ടാണ്, എങ്കിൽ പോലും 250 കോടി രൂപ. എന്തൊക്കെ പ്രശ്നങ്ങൾ! ഈ മിക്സഡ് റിവ്യൂ ആയിട്ടും 250 കോടി രൂപ അടിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്നലെ ഞായറാഴ്ച ഭയങ്കര തിരക്കുകളായിരുന്നു തിയേറ്ററിൽ. അതായത് ഇന്നലെ കൂടെ ഞാൻ എൻ്റെ അച്ഛനെ അമ്മയും കൊണ്ട് കാണിക്കാനായിട്ട് കഴിയും. അതായത് ഞാൻ ഇറങ്ങിയതിന് ശേഷം, പടം ഇറങ്ങിയതിന് ശേഷം ഒരു പ്രാവശ്യം കണ്ടു. അത് കഴിഞ്ഞ് എൻ്റെ വൈഫിനെ കൊണ്ട് കാണിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഫാദറും മദറും പറഞ്ഞ് കാണണമെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് കാണിക്കാനായിട്ട് നോക്കിയിട്ട് പോലും ടിക്കറ്റ് കിട്ടിയില്ല. അതുപോലെ റഷായിരുന്നു ഇന്നലെ. അപ്പം ഇന്നൊക്കെ 11 ദിവസം ആയപ്പോഴത്തേക്കും, ഇന്നലെ കൊണ്ട് 11 ദിവസം ആയപ്പോഴത്തേക്കും 250 കോടി രൂപ അടിച്ചിരിക്കുകയാണ്. ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ അധികം താമസമൊന്നുമില്ല. ഇപ്പം തന്നെ 77 കോടി സംതിങ് ആയിട്ടുണ്ട്. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നത് 89 കോടി .6,65,000 അങ്ങനെയാണ്ട് ആണ് 2018 എന്ന് പറയുന്ന സിനിമ കളക്ട് ചെയ്തേക്കുന്നത്. അത് അടിക്കാനായിട്ട് അധികം ദിവസമൊന്നും വേണ്ട, ഏകദേശം 10 കോടി രൂപ കണ്ട് മതി. അപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനായിട്ട് അധികം താമസമൊന്നുമില്ല. എന്തായാലും നമ്മുടെ എമ്പുരാൻ്റെ അണിയറ പ്രവർത്തകരായ ഗോകുലം ഗോപാലൻ സാറിൻ്റെ വീട്ടിലും ആരണി പെരുമാറിൻ്റെ വീട്ടിലും പൃഥ്വിരാജിൻ്റെ വീട്ടിലൊക്കെ കയറി നിരങ്ങുകയാണ്. ഇഡിയും അതുപോലെ തന്നെ IT ഇൻകം ടാക്സുകാരൊക്കെ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് അറിവ്. പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, പണ്ട് നടന്ന കേസാണ്, ഇപ്പോഴത്തെ കേസാണ്, അതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ കയറി നിരങ്ങുന്നത്. പക്ഷേ ചോറ് തിന്നുന്ന എല്ലാവർക്കും അറിയാം ഇത് എമ്പുരാൻ എഫക്റ്റ് തന്നെയാണെന്ന്. അപ്പോൾ എന്തുതന്നെയാണെങ്കിലും എമ്പുരാൻ വീണ്ടും തകർത്ത് മുന്നേറുകയാണ്. മിക്സഡ് റിവ്യൂ ആയിട്ട് പോലും തകർത്ത് മുന്നേറുകയാണ്. അപ്പം സിനിമ കണ്ടിട്ടില്ലാത്തവരെല്ലാം പോയി കാണുക. 10-ാം തീയതി ആകുമ്പോഴത്തേക്കും ബസൂക്കയും അതുപോലെ തന്നെ ആലപ്പുഴ ജിൻകാന, പിന്നെ മരണമാസ്, പിന്നെ ഏതോ ഒരു പടം കൂടെ ഉണ്ടടേ, ഏത് പടമായിരുന്നു, എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ ചാനലാണ്, കുറച്ച് കാശ് ഉണ്ടാക്കട്ടെ, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യടേ. പല പല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ.